നമസ്കാരം, എൻ്റെ പേര് അനുശ്രീ. നമ്മൾ ഇന്ന് 8ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ഒന്നല്ലി നാം എന്ന യൂണിറ്റിലെ അവസാന പാഠമായ സ്വപ്നച്ചിറകിൽ എന്ന പാഠഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. ഏറ്റവും പ്രായം കുറഞ്ഞ നൊബേൽ സമ്മാന ജേതാവ് മലാല യൂസഫ്സായിയുടെ പ്രസംഗങ്ങൾ മലാല താഴ്വരയിലെ ഗുൽമക്കായ് എന്ന പേരിൽ ഡോക്ടർ ശുഭ വിവർത്തനം ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നെടുത്ത ചെറിയൊരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള സ്വപ്നച്ചിറകിൽ എന്ന പാഠഭാഗം. ആദ്യം തന്നെ പ്രാസംഗികയെ ഒന്ന് പരിചയപ്പെടാം. മലാലയെ പറ്റി കേട്ടിട്ടുണ്ടോ? ആരായിരുന്നു മലാല? സ്ത്രീ വിദ്യാഭ്യാസത്തിനായി പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ ആക്ടിവിസ്റ്റും ഫെമിനിസ്റ്റുമാണ് മലാല യൂസഫ്സായി. 1997 ജൂലൈ 12 പാകിസ്ഥാനിലെ മിങ്കോറയിലാണ് മലാല ജനിച്ചത്. തൻ്റെ 11ാമത്തെ വയസ്സിൽ തന്നെ മലാല സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങൾക്ക് വേണ്ടി വാദിച്ചു തുടങ്ങിയിരുന്നു. പെൺകുട്ടികളുടെ പഠനാവകാശം നിഷേധിക്കുന്ന താലിബാനെതിരെ സംസാരിച്ച മലാലയ്ക്കെതിരെ 2012 ഒക്ടോബർ 9 താലിബാൻ വധശ്രമം നടത്തുകയുണ്ടായി. എങ്ങനെയാണെന്ന് വെച്ചാൽ, സ്കൂൾ കഴിഞ്ഞ് സ്കൂൾ ബസ്സിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ താലിബാൻ തീവ്രവാദികൾ ബസ്സിനുള്ളിൽ കയറി എല്ലാവരോടും ചോദിച്ചു, നിങ്ങളിൽ ആരാണ് മലാല? പറയൂ, ഇല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരെയും ഞാൻ വെടിവെച്ചു കൊല്ലും. അവസാനം അയാൾ മലാലയെ കണ്ടുപിടിച്ചു. കയ്യെത്തും ദൂരത്തു നിന്ന് അയാൾ ഒന്നിനു പുറമെ ഒന്നായി 3 പ്രാവശ്യം വെടിവെച്ചു. ഒരു വെടിയുണ്ട അവളുടെ തല തുളച്ചു കയറി കഴുത്തിലൂടെ കടന്ന് തോളലിനടുത്തെത്തി. മറ്റ് 2 വെടിയുണ്ടകൾ അവളുടെ അടുത്തു നിന്ന പെൺകുട്ടികൾക്കും കൊണ്ടു. മരണത്തോട് മല്ലടിച്ച് കുറേ നാൾ ഹോസ്പിറ്റലിൽ കിടന്നു. ക്രമേണ അവൾ സുഖം പ്രാപിക്കുകയായിരുന്നു. ഇങ്ങനെയുള്ള മലാലയ്ക്ക് 2014 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നോബൽ സമ്മാനം ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി കൂടിയാണ് മലാല. അതുപോലെ മലാലയോടുള്ള ആദരവ് പ്രകടിപ്പിക്കാൻ വേണ്ടി ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനപ്രകാരം 2012 ജൂലൈ 12 അന്താരാഷ്ട്ര മലാല ദിനമായിട്ട് ആചരിച്ച് പോരുന്നുമുണ്ട്. ഇനി നമുക്ക് പാഠഭാഗത്തിന് മുന്നോടിയായി നൽകിയിട്ടുള്ള വരികൾ നോക്കാം. എന്താണ് ആ വരികൾ? ആയുധങ്ങൾക്ക് തോൽപ്പിക്കാനാവാത്ത ആത്മബലം, ജീവിതത്തിൻ്റെ അക്ഷരതിളക്കം. എന്താണ് ഈ വരികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നോക്കിയേ. അതെ, വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണല്ലേ. ജീവിതത്തിൻ്റെ അക്ഷരത്തിളക്കം എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസത്തെയാണ്, അറിവിനെയാണ്. നാം വിദ്യാഭ്യാസത്തിലൂടെ നേടുന്ന അറിവ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. എന്താണ് പറയുന്നത്? ജീവിതത്തിന് അക്ഷരത്തിളക്കമുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസമുണ്ടെങ്കിൽ ഒരായുധത്തിനും നമ്മെ പരാജയപ്പെടുത്താനാവില്ല. ആ അറിവ് നൽകുന്ന ശക്തി അല്ലെങ്കിൽ ആത്മബലം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതായത് നമ്മൾ ഓരോരുത്തരും വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്നവരാണല്ലേ. അപ്പോൾ ആ വിദ്യാഭ്യാസം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമാണുള്ളത്. നമുക്ക് അക്ഷരത്തിളക്കമായിട്ട് മാറുന്നത് ആ വിദ്യാഭ്യാസമാണ്. മൂർച്ചയേറിയിട്ടുള്ള ഒരു ആയുധമാണ്. ഏതൊരു ആയുധത്തേക്കാളും മൂർച്ചയുള്ള ഒന്നാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്ന ആ ആയുധം അഥവാ അറിവ് നേടുക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന ദീപമാണ്. അങ്ങനെയുള്ള വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റിയാണ് ഈ വരികളിലൂടെ അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. എന്താണ് പാഠത്തിൻ്റെ പേര്? സ്വപ്നച്ചിറകിൽ. എന്താണ് ഈ ഒരു തലക്കെട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സ്വപ്നച്ചിറകിൽ എന്താണ്? വളരെ മനോഹരമായിട്ടുള്ളൊരു തലക്കെട്ടാണല്ലേ. നമ്മളെല്ലാവരും സ്വപ്നം കാണുന്നവരാണ് അല്ലേ. ചിലപ്പോൾ നമ്മൾ നല്ല നല്ല സ്വപ്നങ്ങൾ കാണും. അതേപോലെ തന്നെ എന്താണ്, നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരുപാട് സ്വപ്നങ്ങളും നമ്മൾ കാണാറുണ്ട്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മളറിയാതെ നമ്മുടെ ഉപബോധ മനസ്സിൽ വിരിയുന്ന മനോഹരമായിട്ടുള്ള ചിത്രങ്ങളാണ് ഓരോ സ്വപ്നങ്ങളും. ആ സ്വപ്നങ്ങളുടെ ചിറകുകളിലൂടെ നമ്മൾ പറന്ന് പല പല ലോകങ്ങളിലേക്ക്, എത്തിപ്പെടാൻ കഴിയാത്ത പല ലോകങ്ങളിലേക്ക് നമ്മൾ എത്താറുണ്ട്. അതുപോലെയാണ് വിദ്യാഭ്യാസം നേടിയ കുട്ടികൾ അവരുടെ സ്വപ്ന ചിറകുകളൊക്കെ വിടർത്തി നേട്ടങ്ങളിലേക്കും ലക്ഷ്യങ്ങളിലേക്കും പറക്കട്ടെ അഥവാ എത്തട്ടെ എന്നാണ് ഈ ഒരു തലക്കെട്ടിലൂടെ സൂചിതമാകുന്നത്. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ഇത് മലാല യൂസഫ്സായി നടത്തിയിട്ടുള്ള പ്രസംഗത്തിലെ ചെറിയൊരു ഭാഗമാണെന്ന്. നോക്കൂ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ മലാല ദിനം എൻ്റെ ദിനമല്ല. ലോകത്ത് അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തിയ എല്ലാ സ്ത്രീകളുടെയും എല്ലാ കുട്ടികളുടെയും ദിവസമാണ് ഇന്ന്. സമാധാനവും വിദ്യാഭ്യാസവും സമത്വവും നമ്മുടെ എല്ലാവരുടെയും അവകാശമാണ്. അത് നേടിയെടുക്കുവാൻ വേണ്ടി പോരാടുന്ന ഒരുപാട് പേരുണ്ട് ലോകമാകെ. ഞാൻ അവരിൽ ഒരാൾ മാത്രമാണ്. ഞാൻ സംസാരിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, എന്നെപ്പോലെ ആക്രമിക്കപ്പെട്ട എന്നാൽ അതിനെതിരെ ശബ്ദിക്കാൻ കഴിയാത്ത ആയിരങ്ങൾക്ക് വേണ്ടിയാണ്. സമാധാനത്തോടെയും ആത്മാഭിമാനത്തോടെയുമുള്ള ജീവിതവും വിദ്യാഭ്യാസവും സമനീതിയും അവർക്കും അർഹതപ്പെട്ടതാണ്. ആ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. എന്താണ് ഇവിടെ പറയുന്നത്? നോക്കിയേ. ജൂലൈ 12 മലാല ദിനമായിട്ട് ആചരിക്കുന്നത്. ആ ഒരു ദിവസമാണ് മലാല ഇങ്ങനൊരു പ്രസംഗം നടത്തുന്നത്.
മലാല പറയുവാണ്, ഈ ഒരു ദിനം എന്ന് പറയുന്നത് എൻ്റെ മാത്രം ദിനമല്ല, മറിച്ച് ആരുടെയൊക്കെ ദിനമാണ്? ഈ ലോകത്ത് അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ എല്ലാ സ്ത്രീകളുടെയും കുട്ടികളുടെയും ദിനം കൂടിയാണ് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, അവർക്കെല്ലാവർക്കും വേണ്ടിയാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. അതായത് നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ വിദ്യാഭ്യാസത്തിനും സമാധാനത്തിനും സമത്വത്തിനും ഒക്കെ വലിയ പ്രാധാന്യമുണ്ടല്ലേ. അപ്പോൾ അതൊക്കെ നേടിയെടുക്കാൻ കഴിയാതെ പോയ, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരുപാട് പേര് പൊരുതിയിട്ടും പരാജയപ്പെട്ടു പോയ, ആക്രമണങ്ങൾക്ക് ഇരയായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ വേണ്ടിയാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ സംസാരിക്കുന്നത് എന്നാണ് മലാല പറഞ്ഞു വയ്ക്കുന്നത്. ഇവിടെ അവകാശങ്ങളുടെ പ്രാധാന്യത്തെ പറ്റിയും അതേസമയം എന്താണ് അതിന് പ്രതികരിക്കാൻ കഴിയാതെ പോയ ഒരു കൂട്ടം മനുഷ്യരും അവർക്ക് വേണ്ടിയൊക്കെ മലാല സംസാരിക്കുന്നുണ്ട്. അടുത്തത് നോക്കിയേ. പ്രിയ കൂട്ടുകാരെ, 2012 ഒക്ടോബർ 9 താലിബാൻ സൈനികർ എൻ്റെ ശിരസിലേക്ക് വെടിയുതിർത്തു. എൻ്റെ കൂട്ടുകാരെയും അവർ വെടിവെച്ചു. വെടിയുണ്ടകൾ ഞങ്ങളെ നിശബ്ദരാക്കുമെന്ന് അവർ കരുതിയിട്ടുണ്ടാവണം. പക്ഷേ അവർ പരാജയപ്പെട്ടു. നിശബ്ദതയല്ല, 1000 ശബ്ദങ്ങളാണ് ആ ദിനത്തിൽ ഉയർത്തു വന്നത്. വെടിയുണ്ടകളിലൂടെ എൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാമെന്നും സ്വപ്നങ്ങൾ തകർത്ത് കളയാമെന്നും അവർ കരുതി. അവർക്ക് തെറ്റി. എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരേ ഒരു മാറ്റം ഇതാണ്. ഭയത്തിനും നിരാശയ്ക്കും പകരം ആത്മവിശ്വാസവും ധൈര്യവും കരുത്തും എന്നിൽ തളിർത്തിരിക്കുന്നു. അതെ, ഞാൻ പഴയ അതേ മലാലയാണ്. എൻ്റെ സ്വപ്നങ്ങൾ മുമ്പത്തേത് തന്നെയാണ്. എന്താണ് പറയുന്നത് ഇവിടെ? നോക്കൂ, 2012 ഒക്ടോബർ 9 താലിബാൻ മലാലയുടെ ശിരസിന് നേരെ വെടിയുതിർത്തത്. കൂട്ടുകാരെയും വെടിവെച്ചിട്ടുണ്ടായിരുന്നു. ആ വെടിയുണ്ടകൾ അവരെ പേടിപ്പിക്കുമെന്നും പിന്നീട് നിശബ്ദരാക്കുമെന്നുമാണ് താലിബാൻ തീവ്രവാദികൾ കരുതിയിരുന്നത്. നമ്മളും അങ്ങനെയാണല്ലേ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ ആരെങ്കിലും വഴക്ക് പറഞ്ഞ് അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എന്താ, നമ്മൾ അവസാനം പേടിച്ചെടുത്തിൽ നിന്നും പിന്മാറും. അതുപോലെയാണ് ഇവിടെ താലിബാൻ തീവ്രവാദികളും മലാലയ്ക്ക് നേരെ ശ്രമിച്ചത്. എന്നാൽ നിശബ്ദതയ്ക്ക് പകരം എന്താ, ഇവിടെ 1000 ശബ്ദങ്ങളാണ് ആ ഒരു സമയത്ത് ഉയർന്നു വന്നത്. കൂടുതൽ വാശിയും വീറുമാണ് ഉണ്ടായത്. എന്തുകൊണ്ടാണ് അവരുടെ അവകാശങ്ങൾ അവരിൽ നിന്നും പറിച്ചറിയപ്പെടുന്നത് എന്ന ചോദ്യങ്ങൾ തുടരെ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. 1000 ശബ്ദങ്ങളുടെ ആ ഒരു ശബ്ദം, അല്ലെങ്കിൽ ആ ഒരു ചോദ്യങ്ങൾ വീണ്ടും പുറത്തേക്ക് വരികയാണ് ചെയ്തത്. മലാല പറയുന്നുണ്ട്, തൻ്റെ ജീവിതത്തിൽ ഈ ഒരു സംഭവത്തോടു കൂടി ഒരു വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. എന്താണ്, അതിനു മുമ്പ് വരെയും ഭയവും നിരാശയുമായിരുന്നു തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് എങ്കിൽ ഈ ഒരു വധശ്രമത്തിന് ശേഷം എന്താണ്, കൂടുതൽ ആത്മവിശ്വാസവും ധൈര്യവും കരുത്തും ഒക്കെ എന്നിൽ വളർന്നിട്ടുണ്ട്. താൻ പഴയ മലാല തന്നെയാണ്. എന്താ, എൻ്റെ സ്വപ്നങ്ങളും പഴയത് തന്നെയാണ്. അത് നേടിയെടുക്കാൻ വേണ്ടി ഞാൻ ഏത് അറ്റം വരെയും പോകും എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അടുത്തത് നോക്കിയേ. ലോകത്തെ നയിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ്: നിങ്ങളുടെ മുൻഗണനകൾ മാറ്റി നിർണ്ണയിക്കുക. സമാധാനത്തിനും ഐശ്വര്യത്തിനും വേണ്ടി നിങ്ങളുടെ നയങ്ങൾ തിരുത്തുക. സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങളാകട്ടെ നിങ്ങളുടെ ആലോചനകളുടെ മുഖ്യ വിഷയം. അത് ഉൾപ്പെടുത്താത്ത ഒന്നും ഇനി സ്വീകാര്യമല്ല. എന്താ പറയുന്നത്? ലോകത്തെ നയിക്കുന്നവരോട്. ആരാ ഈ ലോകം നയിക്കുന്നവർ? ഒരുപാട് പേരുണ്ടല്ലേ. രാഷ്ട്രീയ നേതാക്കളുണ്ട്, മതപണ്ഡിതന്മാരുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്ന വ്യക്തികളുണ്ട്. ഇവരോടൊക്കെ ആയിട്ട് മലാല പറയുകയാണ്, എന്താ, നിങ്ങളുടെ മുൻഗണന പലപ്പോഴും എന്താണ് തെറ്റായിരിക്കും അല്ലേ. അവയൊക്കെ എന്താണ്, എപ്പോഴും സമാധാനത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയായിരിക്കണം. അങ്ങനെയല്ലെങ്കിൽ ആ നയങ്ങളൊക്കെ തിരുത്തണം. അതായത് എല്ലാവർക്കും വേണ്ടി, എല്ലാവരുടെയും അവകാശങ്ങൾ ഒരുപോലെ നടപ്പിലാക്കുന്ന രീതിയിലായിരിക്കണം എല്ലാ നയങ്ങളും. അല്ലാതെ ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമായിരിക്കരുത് നമ്മുടെ നിയമങ്ങളും നയങ്ങളും എന്നാണ് മലാല പറയുന്നത്. പിന്നെ പറയുന്നുണ്ട്, സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും അവകാശങ്ങൾക്കായിരിക്കണം മുൻഗണന നൽകേണ്ടതെന്ന്. ഇത്തരത്തിൽ എന്താണ് ശേഷം മലാല എല്ലാ ലോകരാജ്യങ്ങളോടുമായിട്ട് പറയാണ്, എല്ലാ ലോകരാജ്യങ്ങളോടും ഞങ്ങൾ പറയട്ടെ, സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഓരോ കുഞ്ഞിനും ഉറപ്പുവരുത്തുക. വേദനകളിലേക്കും മുറിവുകളിലേക്കും കുട്ടികളെ തള്ളിവിടുന്ന തീവ്രവാദവും അക്രമവും അവസാനിപ്പിക്കുക. ദരിദ്ര വികസ്വര രാജ്യങ്ങളിൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക. എന്താണ് പറയുന്നത്? അടുത്തതായിട്ട് എല്ലാ ലോകരാജ്യങ്ങളോടും പറയാണ്, എന്താണ്, എല്ലാ കുഞ്ഞുങ്ങൾക്കും എന്താണ് സൗജന്യവും അതുപോലെ തന്നെ നിർബന്ധിതമായിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണം. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താണ്, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഓരോ കുട്ടികളുടെയും ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ. അപ്പോൾ അത് എന്തായാലും എന്താണ് അവർക്ക് ലഭ്യമാകണം, അത് ഉറപ്പുവരുത്തുക. അത് നല്ല രീതിയിൽ വിദ്യാഭ്യാസം ലഭ്യമാകുന്നുണ്ട് എന്ന രീതിയിൽ ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ എന്താണ്, കുട്ടികളെ പല തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്കും അക്രമങ്ങളിലേക്കൊക്കെ തള്ളിവിടുന്നുണ്ടല്ലേ, അതൊക്കെ എന്താണ് അവസാനിപ്പിക്കണം. എല്ലാ കുട്ടികൾക്കും എന്താണ് വിദ്യാഭ്യാസം നൽകി വിദ്യാഭ്യാസത്തിലൂടെ എന്താണ് അവരുടെ അക്രമവാസനയും എല്ലാം ഇല്ലാതാക്കണം എന്നൊരു സൂചന കൂടിയാണ് ഇവിടെ നൽകുന്നത്. അടുത്തതായിട്ട്, ലോകത്തിലെ എല്ലാ മതങ്ങളോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു,
ജാതിയുടെയും വംശത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ലിംഗഭേദത്തിൻ്റേതുമായ എല്ലാ വിവേചനങ്ങളും അവസാനിപ്പിക്കുക. സ്ത്രീകൾക്കും ലഭിക്കട്ടെ തുല്യ അവസരവും തുല്യനീതിയും. കൂട്ടുകാരെ, ഓരോ കുഞ്ഞിനും തിളക്കമുള്ള ജീവിതത്തിന് അവകാശമുണ്ട്. അതിന് സ്കൂളുകളും വിദ്യാഭ്യാസവും വേണം, അറിവും സമാധാനവും വേണം. നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിന്ന് ശബ്ദമുയർത്താം. എന്താണ് ഇവിടെ പറയുന്നത്? പിന്നീട് പറയുന്നത് എല്ലാ മതങ്ങളോടും കൂടിയാണ് ലോകത്തിലെ. എന്താ പറയുന്നത്? ഈ ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ വർഗത്തിൻ്റെയോ യാതൊരു തര വേർതിരിവും ഒരു വിവേചനവും ഇനി ഉണ്ടാവാൻ പാടില്ല. സ്ത്രീകൾക്കും വേണം തുല്യ അവകാശം. എങ്ങനെ? പുരുഷന്മാർക്ക് എന്തൊക്കെ അവകാശങ്ങളുണ്ടോ, അവസരങ്ങളുണ്ടോ, അതേ അവസരങ്ങളും തുല്യ നീതിയും എന്താണ് സ്ത്രീകൾക്കും വേണം. അതുപോലെ മനുഷ്യ വികസനത്തിൻ്റെ ഒരു സുപ്രധാന ഘടകമാണ് വിദ്യാഭ്യാസം. അറിവ്, കഴിവുകൾ, മൂല്യങ്ങൾ എന്നിവ നേടിയെടുക്കാനും അതുവഴി സമൂഹത്തിൻ്റെ ക്ഷേമത്തിന് സംഭാവന നൽകാനും വിദ്യാഭ്യാസം നമ്മെ പ്രാപ്തമാക്കുന്നുണ്ടല്ലേ. എല്ലാ കുഞ്ഞുങ്ങൾക്കും തിളക്കമുള്ള ജീവിതത്തിന് അവകാശമുണ്ട്. അതിനുവേണ്ടി നമ്മൾ സ്കൂളുകളും വിദ്യാഭ്യാസവും കുഞ്ഞുങ്ങൾക്ക് നൽകണം. തുല്യ അവസരവും തുല്യനീതിയും വേണം. നോക്കൂ, നമ്മുടെ വാക്കുകളുടെ ശക്തിയിൽ വിശ്വാസം അർപ്പിക്കാം. ഒരുമിച്ചുള്ള നമ്മുടെ ശബ്ദം ലോകത്തെ മാറ്റിമറിക്കും. അറിവുകൊണ്ട് നമുക്ക് സ്വയം സജ്ജമാക്കാം. സ്നേഹത്തിലും ഐക്യത്തിലും ഒന്നാവാം. നമ്മളെ തടയാൻ ആർക്കുമാവില്ല. എന്താണ് ഇവിടെ പറയുന്നത്? നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് നിന്ന് പോരാടണം. അതായത് ഒന്നോ രണ്ടോ പേര് മാത്രം വിചാരിച്ചാൽ നമുക്ക് നമ്മുടെ എല്ലാ അവകാശങ്ങളും നേടിയെടുക്കാൻ സാധിച്ചെന്ന് വരില്ല, അല്ലേ? അപ്പം നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് പൊരുതണം. സ്നേഹത്തിലും ഐക്യത്തിലും നമ്മൾ ഒന്നാവണം. അങ്ങനെ വരുമ്പോൾ നമ്മളെ തടയാൻ ആർക്കുമാവില്ല, ആർക്കും നമ്മളെ പരാജയപ്പെടുത്താനാവില്ല. ഒരു താലിബാൻ ശക്തികൾക്കും നമ്മെ പരാജയപ്പെടുത്താനാവില്ല. ഇത്തരത്തിലുള്ള ഒരു ഉറച്ച വിശ്വാസമാണ് ഈ മലാലയുടെ ഈ വാക്കുകളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലേ? നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസത്തിനും അവകാശങ്ങൾക്കും നമ്മുടെ എല്ലാ സ്വാതന്ത്ര്യത്തിനും വേണ്ടി നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങി പൊരുതണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ജീവിത വിജയം ലഭ്യമാവുകയുള്ളൂ എന്നൊരു സന്ദേശമാണ് മലാല ഈ ഒരു പാഠഭാഗത്തിലൂടെ നൽകുന്നത്. കുട്ടികളെ, നിങ്ങൾക്ക് മലാലയെ പറ്റിയും അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റിയും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഓരോ അവകാശങ്ങൾക്കും എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നതിനെ പറ്റിയൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നന്ദി.